എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മഹാഭാഗവത്തിന്റെ 81ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ 5ാമത്തെ കഥയാണ്. നാമകരണവും ബാലലീലകളും. അതിനിടയിൽ വസുദേവർ കുലാചാര്യനായ ഗർഗമുനിയെ ചെന്ന് കണ്ട് കുട്ടികളുടെ നാമകരണക്രിയ നടത്തുവാൻ രഹസ്യമായ ഏർപ്പാട് ചെയ്ത്, രഹസ്യമായിട്ടല്ലെങ്കിൽ കംസന് സംശയം തോന്നിയാലോ തങ്ങളെ വീണ്ടും കാരാഗൃഹത്തിൽ ചങ്ങലക്കിട്ടേക്കും. അല്ലെങ്കിൽ തന്നെ ശിശുക്കളെ കൊല്ലാൻ താനയച്ച പൂതന തുടങ്ങിയ തന്റെ ആൾക്കാർക്ക് ജീവോപായം വന്നത് ഗോകുലത്തിൽ വെച്ചാണെന്ന് കേട്ട് കംസന്റെ സംശയത്തിന് ബലം കൂടി വരികയാണ്. ഇപ്പോൾ താനാണ് ഗർഗനെ അമ്പാടികയിലേക്ക് അയച്ചതെന്ന് കേട്ടാൽ തീർച്ചയായും ആ കുട്ടി തന്റെ ശത്രുവായ ദേവകിയുടെ 8ാമത്തെ പുത്രനാണെന്ന് കംസൻ തീരുമാനിക്കും. കുഞ്ഞിനെ കൊല്ലാൻ ശക്തമായ നടപടികളെടുക്കുകയും ചെയ്യും. ഈ ഭവിഷ്യത്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വസുദേവർ ഗർഗാമുനിയുടെ സ്വകാര്യമായി അയച്ചതും ചടങ്ങുകൾ മാത്രം മതിയെന്ന് ശക്തം കെട്ടിയത്. വസുദേവർ പുരോഹിതനെ അയച്ചിട്ടുള്ളത് രോഹിണിയുടെ പുത്രനെ പേരിടാനാണെന്നാണ് നന്ദഗോപൻ ധരിച്ചത്. ആ ധാരണ ഉള്ളിൽ വെച്ചുകൊണ്ട് മഹാമുനിയെ എനിക്ക് ഒരു കുഞ്ഞ് പിറന്നിട്ടുള്ളത് അറിഞ്ഞിരിക്കുമല്ലോ, അതിന്റെ ജാതകർമ്മവും പേരിടലും ഇതോടൊപ്പം തന്നെ നടന്നോട്ടെ, എന്താ? മുനി പറഞ്ഞു. അതും വസുദേവർ പറഞ്ഞിട്ടുണ്ട്. അവനൊന്നും മറക്കില്ല. മുൻകാലസ്മരണകൾ ഓർത്തുകൊണ്ട് തുടർന്നു. വസുദേവരും ഞാനും എത്ര വലിയ ബന്ധത്തിലാണ്. ദേഹം 2 ഉള്ളൂ, മനസ്സൊന്ന്. അത്ര തിക് ഫ്രണ്ട്സാണ് അർത്ഥം. ആദ്യം രോഹിണിയുടെ പുത്രന് പേരിട്ടു രാമൻ എന്ന്. നല്ല ബലവാനായതിനാൽ ബലരാമൻ, ബലഭദ്രൻ എന്നീ പേരുകളും രാമന് അറിയപ്പെടുമെന്ന് മുനി പറഞ്ഞു. ഈ 2 പേരിൽ കൂടെ ബലരാമൻ അറിയപ്പെടുമെന്ന് പറഞ്ഞു. ബലരാമനെന്നും ബലഭദ്രൻ എന്നും 2 പേരിൽ കൂടെ ഈ രാമൻ അറിയപ്പെടുമെന്ന് മുനി പറഞ്ഞു. ആചാര്യൻ രാമനെ രോഹിണിയുടെ കയ്യിൽ കൊടുത്ത ശേഷം നന്ദഗോപൻ തന്റെ കുഞ്ഞിനെ യശോദയുടെ കയ്യിൽ നിന്നും വാങ്ങി ഭക്തിപൂർവ്വം മഹർഷിയുടെ കൈകൾ വെച്ചു കൊടുത്തു. ആ സമയത്ത് ഗർദന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദഭൂതി ഉണ്ടായി. നിർനിമേഷനായ അദ്ദേഹം ആ അത്ഭുത ശിശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഭഗവാൻ ശ്രീഹരിയുടെ കൃഷ്ണവർണ്ണമാണ് ഈ കുഞ്ഞിനുള്ളത്. അതിനാൽ കൃഷ്ണൻ എന്നു തന്നെയാവട്ടെ നാമധേയം. അങ്ങനെയാണ് കൃഷ്ണൻ എന്ന് പേരിട്ടത്. ആ സമയത്ത് അവിടെ കുറെ പുഷ്പങ്ങൾ വന്നു വീണത് ദേവന്മാരുടെ ഭൂമഴയായിരുന്നുവെന്ന് ആചാര്യന്മാർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ചടങ്ങനുസരിച്ച് എല്ലാം ചെയ്തതിനു ശേഷം ഗർഗൻ താനവിടെ വന്നതും മറ്റും കംസനെ ചികട്ടിലെത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ തന്നെ ഗർഗൻ സ്ഥലം വിട്ടു. രാമകൃഷ്ണന്മാർ ഓടിച്ചാടി നടക്കാറായപ്പോഴേക്കും കുറെ കളിക്കാൻ കൂട്ടുകാരായി അയൽക്കാരായ ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നു. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ രാമലക്ഷ്മണ കണ്ണിലുണ്ണികളായിത്തീരുന്നു. രാമൻ വയസ്സുകൊണ്ട് ജ്യേഷ്ഠനാണെങ്കിലും കൃഷ്ണനാണ് എല്ലാറ്റിനും മുമ്പനായി കാണപ്പെട്ടത്. ബുദ്ധിശക്തിയിലും വിരുദിലും കൗശലത്തിലും സാഹസത്തിലുമൊക്കെ കൃഷ്ണൻ മുന്നിട്ടിരുന്നു. കുട്ടികൾ വികൃതി കാണിക്കുക സാധാരണമാണ്. എന്നാൽ കൃഷ്ണനെ പോലെ എന്തെങ്കിലും മുൻനിന്ന് പ്രവർത്തിക്കാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ കൃഷ്ണൻ എന്തെല്ലാം വികൃതികളാണ് കാട്ടിയിരുന്നതെന്നും അമ്മ കറവ് കഴിഞ്ഞ് പശുക്കുട്ടിയെ കെട്ടഴിച്ച് അകത്തേക്ക് പോകുമ്പോൾ പാടി പതുങ്ങി മുട്ടുകുത്തിച്ചെന്ന് പശുക്കുട്ടിയുടെ തട്ടി മാറ്റി മുഖമമർത്തി പശുവിന്റെ മൂല ഈമ്പി കുടിക്കും. അമ്മമാർ പശുക്കളെ കറക്കുമ്പോൾ പശുവിന്റെ വാലിൽ പിടിച്ചു വലിച്ച് അതിനെ വിളറി പിടിപ്പിക്കുകയും അവർ ദേഷ്യപ്പെടുമ്പോൾ ചിരിച്ചുകൊണ്ട് ഓടുകയും ചെയ്യുന്നത് കൃഷ്ണന്റെ വലിയ രസമായിരുന്നു. അമ്മമാർ പശുക്കളെ കറക്കുമ്പോൾ പശുവിന്റെ വാലിൽ പിടിച്ച് വലിച്ച് അതിനെ വിളറി പിടിപ്പിക്കുന്നത് അവർ ദേഷ്യപ്പെടുമ്പോൾ ചിരിച്ചുകൊണ്ട് ഓടുകയും ചെയ്യുന്നത് കൃഷ്ണന് വലിയ രസമായിരുന്നു. കൃഷ്ണന്റെ പാലും വെണ്ണയും എത്ര കഴിച്ചാലും മതി വരില്ല. വീണ്ടും വീണ്ടും മേടിച്ച് വെണ്ണ അമ്മ കാണാതെ പൂച്ചയ്ക്കും കൂട്ടുകാർക്കും കൊടുക്കും. തൈര് കലക്കുമ്പോൾ അമ്മയുടെ മുതുകിൽ ചെന്ന് അള്ളിപ്പിടിച്ചു കിടക്കും. അമ്മ തിരിഞ്ഞ് അടിക്കാൻ നോക്കുമ്പോൾ വെണ്ണ വാരി വായിലാക്കി രക്ഷപ്പെടും. പലപ്പോഴും ആരും കാണാതെ കാച്ചിയ പാലെടുത്ത് കുടിക്കും. ഒടുവിൽ പൂച്ചയ്ക്ക് കൊടുക്കാനായി പാൽക്കലം തല്ലി ഉടയ്ക്കുകയും ചെയ്യും. അമ്മ കണ്ടെത്തി ചോദിച്ചാൽ പറയും, ആ പൂച്ചയുടെ പണിയാ, കണ്ടില്ലേ നക്കി കുടിക്കുന്നത്. എന്നിട്ടൊരു കള്ളപ്പുഞ്ചരിയും അമ്മയ്ക്ക് സമ്മാനിക്കും. പിന്നെ അവനെ എങ്ങനെ അടിക്കും, അയ്യോ കണ്ട എന്ത് രസമായി, പിള്ളേരെ എങ്ങനെ തല്ലും എന്ന് പറയും. ഇങ്ങനത്തെ വികൃതി കാണിക്കുമ്പോൾ നമുക്ക് പല വികൃതിയും കാണിക്കും, പക്ഷെ എന്നാലും നമുക്ക് അടിക്കാൻ തോന്നില്ല. കാരണം അത് രസിച്ചോണ്ടിരിക്കണം. അപ്പൊ കൃഷ്ണന് ഓർമ്മ വരുള്ളൂ. ഒരു ദിവസം കൃഷ്ണനൊരു അബദ്ധം പറ്റി.
എന്താണെന്നോ, ഉറിയിൽ വെച്ചിരുന്ന പാൽക്കലം എത്തിപ്പിടിക്കാൻ ഉയരം പോരാകിയാൽ അടുത്ത് കിടന്നിരുന്ന ഒരു ഉരൽ ഉരുട്ടിക്കൊണ്ടുവന്ന് ഉറിയുടെ ചുവട്ടിൽ വെച്ച് അതിന്മേൽ കയറി നോക്കി. എത്തിയില്ല. 2 പലക മേലെ വെച്ച് കയറി. കഷ്ടിച്ച് ഉറിയുടെ കയർ കയ്യിൽ കിട്ടി. അതുകൊണ്ടായില്ലല്ലോ പാക്കലത്തിൽ വക്കിൽ പിടികിട്ടണ്ടേ. ഒന്ന് വലിഞ്ഞു. പെടാ പലകളിതാ തെറിച്ചു വീഴാഴ്ച. കൃഷ്ണൻ ഉറിയിൽ തൂങ്ങി നിൽപ്പായി. അമ്മേ അമ്മേ എന്നുറക്കെ വിളിച്ച് കരയുകയല്ലാതെ എന്തു വഴി? അമ്മ കുളിക്കാൻ പോയിരിക്കുകയാണ്. സഖാക്കൾ ഓടിച്ചെന്ന് കണ്ണനതാ ഉറിയിൽ കയറിപ്പിടിച്ച് ഇറങ്ങാനാകാതെ തൂങ്ങി നിൽക്കുന്നേ എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. കുട്ടന്റെ കരത്തിൽ യശോദയും കേട്ടു. ഉടനെ ഈറൻ ചേലകൾ വാരി വലിച്ചുടുത്ത് ഓടിയെത്തി. ഒരു കൈകൊണ്ട് ഉറി പിടിച്ച് തൂങ്ങി നിൽക്കുന്ന മകനെ കണ്ട് അമ്മ തെല്ലിയുടെ മൂക്കത്ത് വിരലും വെച്ച് കഷ്ടം എന്തിനെ പൊന്നെ ഇത്തരം വേണ്ടാദിനങ്ങൾ പുറപ്പെട്ടത്. അമ്മയെ കണ്ടപ്പോഴേക്കും ദയനീയമായി ചുണ്ടു പുലർത്തി 2 കണ്ണുകളും കൂടുകൂടെ വെള്ളം വീഴ്ത്തി കരച്ചിന് ശക്തി കൂടി. കരച്ചിലേ അമ്മയ്ക്ക് സഹിച്ചില്ല. അല്പം കളിയാക്കാ എന്നാണ് അമ്മ വിചാരിച്ചത്. പക്ഷെ പൊന്നുമകന്റെ കണ്ണീർതായ കണ്ടപ്പോൾ മനസ്സറിഞ്ഞു. പാവം അമ്മയല്ലേ. ഓടിച്ചെന്ന് നടുത്തുമ്മ വെച്ചു. കണ്ണീരൊപ്പി മാറോളച്ചുകൊണ്ട് അടികൊള്ളാതിരിക്കാൻ വിങ്ങിപ്പൊട്ടിക്കരയുന്ന മകന് 2 കൈയിലും വെണ്ണ കൊടുത്ത് സന്തോഷിപ്പിച്ചു. തല്ലിന് പകരം വെണ്ണ കൊടുത്തു. ഒരിക്കൽ ഉറിയിലെ പാൽക്കലത്തിൽ മൂട്ടിൽ കടങ്കോലെടുത്ത് കുത്തി ഓട്ടവിടൂടെ ചറ എന്നൊഴുകിയ പാൽ കുടിക്കുകയും സഖാക്കൾക്ക് കൊടുക്കുകയും ചെയ്തു. അമ്മ വടിയുമായി അടുക്കുമ്പോഴേക്കും കള്ളൻ ഓടിക്കളഞ്ഞു. കള്ളൻ ഓടിക്കളഞ്ഞു. കൃഷ്ണന്റെ കയ്യിൽ കിട്ടിയാൽ തന്നെ അമ്മയ്ക്ക് അടിക്കാൻ തോന്നുമോ? ഇല്ല. കാരണം അപ്പോഴേക്കും കൃഷ്ണൻ ആ മയം വയ്ക്കുന്ന കള്ളപ്പുഞ്ചലിയിൽ അമ്മയുടെ ദേഷ്യം മാറ്റിക്കളയും. വടി താനേ കയ്യിൽ നിന്ന് വീഴും. യശോദ കൃഷ്ണനെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കും. നമുക്കും അങ്ങനെയല്ലേ, കൃഷ്ണനെ പോകേണ്ടത് കൃഷ്ണന്റെ ആ ചെറിയ കാണുമ്പോൾ തന്നെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമ്മൾ മറക്കും. മനസ്സിലായില്ലേ? കൃഷ്ണന്റെ ആ പുഞ്ചിരിയാണ് എല്ലാം നമ്മുടെ ആ ദുഃഖങ്ങളെല്ലാം മായ്ക്കുന്നത്. ഇങ്ങനെ എത്രയാണ് പറയുക. അവതാരമൂർത്തിയായ ഉണ്ണിക്കണ്ണന് ലീലാവിശാഖങ്ങൾ പറഞ്ഞാൽ അവസാനിക്കില്ല. എങ്കിലും രസകരമായ ആശ്ചര്യമായ 1-2 കൂടി പറയാം. ഒരിക്കൽ അയൽക്കാരായ സഖാക്കളിൽ ചിലർക്ക് കൃഷ്ണനോട് അല്പം ദേഷ്യം തോന്നി. കൃഷ്ണനെ അടികൊള്ളിക്കണമെന്ന് വിചാരിച്ച് അവർ കൃഷ്ണൻ മണ്ണ് തിന്നുന്നു എന്ന് പറഞ്ഞുണ്ടാക്കി. അത് രാമന്റെ ചെകിട്ടിൽ കേട്ടു. രാമൻ കാരണവരല്ലേ, സംഗതി വലിയമ്മയോട് നിന്ന് പറഞ്ഞു. യശോദയ്ക്ക് ദേഷ്യം വന്നു. കൃഷ്ണനെ വിളിച്ചു ചോദിച്ചു, മകനെ നീ മണ്ണ് തിന്നോ? കൃഷ്ണൻ പറഞ്ഞു, ഇല്ല. നുണ. കള്ളത്തിലേ പറയൂ കൃഷ്ണൻ. ഇല്ലേ, നേര് പറഞ്ഞോ? ഇല്ലമ്മേ, ഞാനെന്തിനാ മണ്ണ് തിന്നുന്നത്? ബോബനും മോളി ഓർമ്മ വരുള്ളൂ. കൃഷ്ണന്റെ കഥ കേൾക്കും. ബോബനും മോളി ഈ മോളിലാണേ. എന്നാ ഞാൻ നോക്കട്ടെ, വാ തുറക്ക്. വേണ്ടമ്മേ ഞാൻ തിന്നിട്ടില്ല. വേണ്ടമ്മേ ഞാൻ തിന്നിട്ടില്ല, എന്തിനു വായ നോക്കണേ ചോദിച്ചു കൃഷ്ണൻ. അമ്മയ്ക്ക് സംശയം അധികമായി. ഒരു ചുള്ളലെടുത്ത് കൊണ്ടുവന്ന് കൃഷ്ണന്റെ കൈ 2 കെട്ടിയ ശേഷം മര്യാദയ്ക്ക് വായ വിളിച്ചോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് നല്ല പെട കിട്ടും എന്ന് പറഞ്ഞു. വാട്ടിയെടുത്ത് കാണിച്ചു. ഉരുളി കാണിക്കില്ല, നമ്മൾ പിള്ളേ കാണിച്ചിട്ട് നന്നേ ഞാൻ പറയാൻ അടിക്കാൻ പോവില്ല. അടിക്കില്ല. പക്ഷെ വട്ടിങ്ങനെ വറക്കുള്ളൂ, പക്ഷെ അടിക്കില്ല. അതങ്ങനെ ചെയ്തു യശോദ. പേടിച്ച മട്ടിൽ കൃഷ്ണൻ വാ തുറന്നു. അമ്മ നോക്കി ഞെട്ടിത്തെറിച്ചു പോയി. കൃഷ്ണന്റെ വായിൽ ഇല്ലാത്തതൊന്നുമില്ല. ലോകം മുഴുവൻ കുഞ്ഞിന്റെ വായിൽ. ഞാൻ പറഞ്ഞത് ശരി തന്നെ. അപ്പോഴും കണ്ടു, ഇപ്പോഴും കണ്ടു. അതാണ് പണ്ട് ഞാൻ പറഞ്ഞത്. രക്ഷീകണം പക്ഷിതരസുജാലം വൃക്ഷങ്ങളും പക്ഷികളും കുക്ഷിജാലം നക്ഷത്ര വിപക്ഷ പക്ഷ ലക്ഷങ്ങളും തൽക്ഷണമത്രേ കണ്ടാൽ മണിപ്രവാളം. രക്ഷീകണം പക്ഷിതരജാലം വൃക്ഷങ്ങളും പക്ഷികൾ കുക്ഷിജാലം നക്ഷത്ര വിപക്ഷ പക്ഷ ലക്ഷങ്ങളും തൽക്ഷണമത്രേ കണ്ടാൽ മണിപ്രവാളം. പദ്യത്തിൽ കൂടെ പറഞ്ഞത് മാത്രമല്ല, കണ്ടത് എന്താ കണ്ടത്? ലോകം മുഴുവൻ എല്ലാം കണ്ടു. കംപ്ലീറ്റ് വേൾഡ് അവിടെ കണ്ടു. വേൾഡ് മാപ്പ് നമ്മൾ ഈ സിനിമയിൽ കാണില്ലേ, ണ്ടെങ്കിൽ വേൾഡ് മാപ്പ് കാണില്ലേ, അതുപോലെ വേൾഡ് മാപ്പ് കണ്ടു. അവസാനം ആ ടോട്ടൽ കൃഷ്ണൻ നിന്ന് വായു മുഴുക്കണേ അതും കണ്ടു. അതിനകത്ത് തന്നെയും തന്റെ മുന്നിൽ വാപിന് നിൽക്കുന്ന കൃഷ്ണനെയും ആ അമ്മ മകന്റെ വായിൽ കണ്ടു. അമ്മ ഇതും കണ്ടു. അതെ, കൃഷ്ണ വായ വിളിച്ച് കിടന്ന് അമ്മ നോക്കണമെന്നും അതും കണ്ടു വായുടെ ഉള്ളിൽ.
യശോദ വല്ലാതെ അമൃത് പോയി. താനാര്? കൃഷ്ണനാര്? താനെവിടെയാണ്? ഒന്നും അറിയാത്തൊരു ഒന്നും പറയാത്തൊരു അപൂർവ അനുഭവം. ആകെ എന്താ കാര്യം ഒരു പിടിയില്ല. ഇതൊരു സിനിമ ഇപ്പോഴൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് അത്ര തോന്നില്ല, കാരണം മൊബൈലൊക്കെ കണ്ടിട്ട് നല്ല പരിചയമല്ലേ. അതുകൊണ്ട് ഇപ്പൊ വായിൽ കാണുമ്പോൾ അന്നൊക്കെ കണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ മൊബൈലിൽ ഈ കാണുന്ന പോലെ ഇങ്ങനെ കണ്ടു വായുള്ളിൽ ഇങ്ങനെ എല്ലാ പടങ്ങളും ഇൻക്ലൂഡിങ് കൃഷ്ണന്റെ വായലെ ജശോദ നോക്കി നിൽക്കണം കൂടെ കണ്ടു. അമ്മയുടെ പരിഭ്രമം കണ്ട് കൃഷ്ണൻ വായ കൂട്ടി. അതോടെ യശോദ ആ മായാ നിർവൃതിയിൽ നിന്നുകൊണ്ടിരുന്ന് കണ്ടതൊക്കെ മറന്ന് അമ്മയായി ചെന്ന് തന്റെ കുഞ്ഞിനെ പിടിച്ച് മാറോടച്ച് ചുംബിച്ച് സംതൃപ്തിയായി. അത് കൃഷ്ണൻ അത് വായ അടച്ചപ്പോ യശോദ അതുവരെ കണ്ടതെല്ലാം മറന്നു. വേറൊരാൾക്ക് പറയാനുള്ള ആ മെമ്മറി കംപ്ലീറ്റ് ആണ് മാച്ചു കളഞ്ഞു കൃഷ്ണൻ. അമ്മയ്ക്ക് മാത്രമേ കാണിച്ചു കൊടുത്തുള്ളൂ, ബാക്കി ആർക്കും കാണിച്ചു കൊടുത്തില്ല. അത് ആ മെമ്മറി കംപ്ലീറ്റ് ആണ് മാച്ചു കളഞ്ഞു. ഒരു ദിവസം അയൽക്കാരായ ഗോപികമാർ കുറെ പേർ ചേർന്ന് കൃഷ്ണന്റെ കുസൃതിത്തരങ്ങൾ സഹിക്കാതായിട്ട് യശോദയുടെ അടുക്കൽ പരാതി പറയുകയുണ്ടായി. നോക്കൂ യശോദയെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ണികൃഷ്ണനെ വലിയ ഇഷ്ടമാണ്. ഒന്നുറക്കെ പറഞ്ഞ് താക്കീത് ചെയ്യാനും കൂടി തോന്നാറില്ല. എന്ന് വെച്ച് എത്രയാ സഹിക്കുക? യശോദ, എന്താണുണ്ടായത് ചങ്ങാതിമാരെ പറയും, ഞാൻ കേൾക്കാറുണ്ട്. എന്റെ മകൻ അവിടെയൊക്കെ വന്ന് വികൃതിത്തരം കാണിക്കാറുണ്ടെന്ന്. ഒരുത്തി പറഞ്ഞു, ഇന്നാളൊരു ദിവസം ഞാൻ അച്ഛന് കാച്ചി വച്ചിരുന്ന പാൽ കണ്ണൻ കാണാതെ ചെന്നു കുടിച്ച് പകരം പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചിരുന്നു. അന്നെന്റെ അച്ഛൻ എത്രയാ ചീത്ത പറഞ്ഞത് ഒരു കണക്കുമില്ല. മറ്റൊരുത്തി, അത് പോട്ടെ, വെള്ളമല്ലേ, ഞാൻ വിരുന്നു വരുന്ന ബന്ധുക്കൾക്ക് ഉണ്ടാക്കി വെച്ച പലഹാരം മുഴുവൻ ചാണകപ്പൊട്ട് ഞാനിങ്ങനെ വഷളാമാനാവുമോ? ചാണകം ഭക്ഷണത്തിന് മുഴുവൻ ചാണകം കൊണ്ടിട്ടു. വേറൊരു ഗോപിക പരാതി കൃഷ്ണൻ ആരും അറിയാതെ ചെന്ന് ചാക്കാലം തട്ടുടച്ചതാണ്. എന്തിനധികം ഒടുവിൽ യശോദ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് സന്തോഷിപ്പിച്ച് അയക്കേണ്ടി വന്നു. മൺപാത്രത്തിന് പകരം പൊൻപാത്രം തന്നെ അവർക്കൊക്കെ കൊടുത്തു. മറ്റൊരിക്കൽ യശോദ ഒരു പലകമേലിരുന്ന് തൈർ കലക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ ചെന്നു. കുഞ്ഞിന് അപ്പോൾ അമ്മിഞ്ഞ് കുടിക്കണം. അമ്മയുടെ കയ്യിൽ ചോടയെ ചെന്ന് അമ്മിഞ്ഞ് പിടിച്ചു കുടിക്കാൻ തുടങ്ങി. അടുപ്പിൽ വെച്ചിരുന്ന പാൽ തിളച്ചു പൊന്നുന്നത് കണ്ട യശോദ കുഞ്ഞിനെ തട്ടിമാറ്റി അടുക്കളയിലേക്ക് ഓടി. കുഞ്ഞിന് ദേഷ്യം വന്നു. കടകോലെടുത്ത് തൈര് കലം അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് വെണ്ണപ്പാത്രവും എടുത്തു കൊണ്ടുവരുന്നട. പാലിന്റെ തിളയൊതുക്കി അമ്മ എന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, തൈർ കലമതാ തകർന്നു കിടക്കുന്നു. നിരത്ത് പരന്നു കിടക്കുന്ന തൈർ പൂച്ച കണ്ണും ചെമ്മിയിരുന്ന് കുടിക്കുന്നു. ആർക്കാണ് ദേഷ്യം വരാതിരിക്കുക? ഏതമ്മയാണ് ഇത് കണ്ട് പൊറുക്കുക? സഹിക്കാനാവാ ദേഷ്യം കൊണ്ട് കലി കയറിയ പോലെ യശോദ കുഞ്ഞിനെ തിരഞ്ഞോടി. അതാ മുറ്റത്തൊരു മുക്കിലിരുന്ന് കുരങ്ങന്മാർക്ക് വെണ്ണ വിളമ്പി കൊടുക്കുകയാണ് മകൻ. അമ്മയെ കണ്ണയുടനെ ഓടാൻ തുടങ്ങിയപ്പോഴേക്കും കള്ളൻ അമ്മയുടെ പിടിയിലായി. ഇങ്ങനത്തെ തോന്യാസം കാണിക്കുന്നവർ വെറുതെ വിട്ടുകൂടാ. വേണ്ട എന്ന് വിചാരിച്ചാൽ ചെക്കൻ കൂടുതൽ ചീത്തയാവുകയാണ്. എന്നോ ഒക്കെ വിചാരിച്ച് ഒരു കയറെടുത്ത് അവന്റെ അരയ്ക്കുമീലെ കെട്ടി അവിടെ കണ്ട ഉരലിൽ കെട്ടിയിടാൻ നിശ്ചയിച്ചു. കെട്ടാൻ തുടങ്ങിയപ്പോൾ കയർ 2 വിരൽ നീളം കുറവ്. മറ്റൊരു കയർ ഏച്ചുകൂട്ടി. അപ്പോഴേക്കും കെട്ടാൻ നീളം എത്തുന്നില്ല. ഇതൊന്തൊരു മാരണം! ദേഷ്യം കൊണ്ട് വിറക്കുന്ന യശോദ ദാസിമാർ ആ വെള്ളം കോരുന്ന കയർ അഴിച്ചു കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞു. ഇത്രയും ആയപ്പോഴേക്കും കൈതവമൂർത്തിയായ മകനെ അമ്മയുടെ വിഷമം കണ്ട് അലിവ് തോന്നി. ഉടനെ അമ്മ വിളിച്ചു പറഞ്ഞു, വേണ്ട, കയർ ഇത് തന്നെ തികഞ്ഞു. നല്ല വണ്ണം കെട്ടി ദേഷ്യം കുറച്ചു. മുഖത്ത് പുഞ്ചിരി പരന്നു. ആ നിൽക്കവിടെ എന്ന് പറഞ്ഞ് യശോദ അകത്തേക്ക് പോയി. കെട്ടിയിട്ട നിലയിൽ സകലരെയും പരിഹാസിച്ചിരിക്ക് പാത്രമാക്കി അവിടെ തന്നെ നിൽക്കാൻ അണ്ണനുണ്ണിക്ക് രസം തോന്നിയില്ല. മുന്നോട്ടൽപ്പം നീങ്ങിയപ്പോൾ ഉരൽ മറിഞ്ഞു വീണു. പിന്നെ അതും വലിച്ച് കൃഷ്ണൻ മുന്നോട്ട് നീങ്ങി. പോകുമ്പഴയിൽ 2 മരുതുമരങ്ങൾ അടുത്തടുത്താൻ നിന്നിരുന്നു. അല്പം വളഞ്ഞ് മരങ്ങളെ ചുറ്റിപ്പോകാൻ വഴിയുണ്ട്. എന്നാൽ കുസൃതിക്കുരുന്ന് അതല്ല ചെയ്തത്. നേരെ 2 മരത്തിന്റെ ഇടയിൽ കൂടെ തന്റെ ദേഹം കുത്തിത്തിരുകി ഞെരുങ്ങി മറുവശത്തേക്ക് കടന്നു. ഇനിയോ ഉരലൊപ്പം പോരുന്നില്ല. അതവിടെ വിലങ്ങടിച്ച് കിടക്കുകയാണ്. കൃഷ്ണൻ കണ്ണും ചിമ്മി ഊക്കിലൊരു വലി കൊടുത്തു. മരങ്ങൾ അതാ ഇരുവശങ്ങൾക്കായി കടപുഴങ്ങി മറിഞ്ഞു വീണു.
പെട്ടെന്ന് ആ മരങ്ങളിൽ നിന്ന് ഓരോ ദേവയുവാക്കൾ പൊട്ടിമുളച്ചപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു. യുവാക്കൾ രണ്ടുപേരും കൃഷ്ണന്റെ അടുക്കൽ ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു, സർവേശ്വരനായ ശ്രീഹരിയുടെ തിരുവവതാരമായ ഭഗവാൻ ജയിച്ചാലും യുവചാബല്യം നിമിത്തം മുനിശാപം ഏൽക്കേണ്ടി വന്ന കുബേരപുത്രന്മാരായ നളകുബേരനും മണിഗ്രീവനുമാണ് ഞങ്ങൾക്ക് ശാപമോക്ഷം തന്നതിൽ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അവർ രണ്ടുപേരും വിടവാങ്ങി ഗന്ധർവലോകത്തേക്ക് പോയി. മരുതുമരങ്ങൾ കടപുഴങ്ങി മറഞ്ഞു വീണ ശബ്ദം കേട്ട് നന്ദഗോപാദികൾ ഓടിയെത്തി. കുബേരപുത്രന്മാരെ അനുഗ്രഹിച്ച ശേഷം കൃഷ്ണൻ പാവം മാറ്റി ക്ഷീണിച്ച അവശനായ പോലെ നിൽക്കുകയാണ്. നന്ദഗോപർ ഓടിച്ചെന്ന്, അയ്യോ മകനെ, ആരോ എന്റെ ഉണ്ണികൃഷ്ണനെ ഇങ്ങനെ കെട്ടിയിട്ടത്, കഷ്ടം, വയറ്റത്ത് കയറിന്റെ പാട് എന്തും മറ്റും പറഞ്ഞ് കയർ കെട്ടഴിച്ച് കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കാൻ തുടങ്ങി. അപ്പോഴേക്കും യശോദയും ഓടിയെത്തി. ഞാൻ ഇത്രയൊന്നും കരുതിയിരുന്നില്ലല്ലോ ഈശ്വര, എന്റെ കുട്ടി എന്ന് പറഞ്ഞ് കൃഷ്ണനെ വാങ്ങാൻ കൈ നീട്ടി. വരൂ മോനെ, അമ്മ ഒഴിഞ്ഞു തരാം. ഛീ, പോയിക്കോളൂ, കുരങ്ങനെ കെട്ടിയിട്ട മാതിരി എന്റെ കുഞ്ഞിനെ. അയ്യോ, മോന് വേദനിച്ചോ? വാ, അമ്മ 2 കൈ നിറച്ച് വെണ്ണ തരാം. അച്ഛാ, അമ്മ നടയെ തന്നെ വെണ്ണയുള്ള അപ്പാടെ ചങ്കിൽ അടഞ്ഞിരിക്കുകയാണ്. അതുരുകിയിറങ്ങാൻ അമ്മയോട് ഇത്തിരി ചൂടുള്ള പാൽ തരാൻ പറയണം. കുട്ടൻ പറഞ്ഞു, ഈ തൊണ്ടയിലേ ഈ വെണ്ണ അടഞ്ഞിരിക്കുകയാണ്, അത് ഉരുകാൻ വേണ്ടി ചൂട് പാല് വേണമെന്ന് പറഞ്ഞു. ശരി, അവൻ എന്താ വേണ്ടാച്ച കൊടുക്കുക എന്ന് പറഞ്ഞ് നന്ദഗോപർ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ 81ാമത്തെ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. 82ാമത്തെ എപ്പിസോഡ് നാളെ തുടരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട്